ഈ അരി കണ്ടോ, ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. വേറെ വല്ല അരിയുണ്ടോ പേരുണ്ടോ എന്നറിയില്ല. അല്പം ചുവപ്പ് നിറമുള്ള അരി സാധാരണ കഞ്ഞി വെക്കാൻ കൊള്ളുമെങ്കിലും പൊടിച്ച് പുട്ടുണ്ടാക്കാൻ നല്ലതാണ്. അപ്പം ഞാൻ ഒരു പാത്രം അരി ഇന്നിപ്പം വെള്ളത്തിലിടുക. നാളെ രാവിലെയാണ് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കുന്നത്. കുതിർന്ന് വന്നു കഴിയുമ്പം നമുക്ക് കഴുകി വാരി ഒരരിപ്പയ്ക്കകത്ത് വെച്ച് വെള്ളം തുറന്ന് കഴിയുമ്പം പൊടിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നാളെ രാവിലെ കഴുകി വാരി വെള്ളം തുറന്ന് കഴിയുമ്പം പൊടിച്ചെടുക്കാം. കഴുകി വാരിയ വീഡിയോ എടുത്തില്ല. നമ്മൾ അരിപ്പൊടി എന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായിട്ട് ഇന്നലെ വൈകുന്നേരം നമ്മൾ വെള്ളത്തിലിട്ട് അരി എന്ന് കഴുകി വാരി വെള്ളം തോർത്തി പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ഒരല്പം റാഗി സേമിയയും കൂടെ ചേർക്കാം. വെള്ളമെടുത്തു, ഒരല്പം ഉപ്പ് ചേർത്തു. ഇനി നമുക്കിതിനകത്തേക്ക് റാഗി സേമിയ ഇട്ട് പെട്ടെന്ന് തന്നെ വാരിയെടുക്കാം. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിനു മുമ്പ് ഈ റാഗി സേമിയ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതൊക്കെ അതിൻ്റെ ബാക്കി. ഇത് നല്ല ഒടിഞ്ഞു പോരുന്ന പോലെ ഇരിക്കണേ. അതിനെ ഒന്ന് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അതിന് ഒരു മയം വരും. ഉപ്പ് വെള്ളത്തിലിട്ടിരിക്കണേ. അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നമുക്കിപ്പം തന്നെ വാരിയെടുത്ത് ഈ അരിപ്പൊടിയിലേക്ക് ചേർക്കാം. ഒരു 2 മിനിറ്റും കൊണ്ട് ഇത് കുതിർന്നു വന്നോളൂ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് തേങ്ങയും ചേർക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊരുമിച്ചാണ് പുഴുങ്ങിയെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മൊത്തം തേങ്ങയും ചേർത്ത് കൊടുത്ത് ഇളക്കുവാണ്. ഞാനിവിടെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊരു വാഴയില ഇടാം. ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില ഇടയ്ക്കിടയ്ക്കൊരു ഒത്തിട്ട് കൊടുത്തു. ഇല്ലെങ്കിലും ആവി കയറിക്കോളും കൊണ്ടോ. പിന്നെ എന്നിട്ട് ഈ വാഴയില അടിയിൽ കൊണ്ടുപോകും. ഇനി നമുക്ക് ഈ വാഴയിലയിലേക്ക് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി അല്ലെങ്കിൽ പുട്ടിന് പൊള്ളപ്പൊടി നനച്ചത് വാരിയിട്ട് കൊടുക്കാം. തേങ്ങയും റാഗി നമ്മുടെ റേഷൻ അരി വെള്ളയരിയും കൂടെയാണ്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ പുട്ടിപ്പം വെന്തിട്ട് കാണും. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമുക്ക് പുട്ടിനൊരു കറി ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരൽപ്പം പെരിഞ്ജീരകം, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 2-3 കുരുമുളക്, പട്ട, ചെറിയ പട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ കേട്ടോ. ഒരൽപ്പം ജാതിപത്രി, ഒരൽപ്പം കറിവേപ്പില, ഒരു കറുവയുടെ ഇല, ഇത്രയിട്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അല്പം കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കീറിയത്, വെണ്ടയ്ക്ക. ഇത്രയും നമുക്ക് നല്ലപോലെ വഴറ്റി ഉണക്കിയെടുക്കണം. വെണ്ടയ്ക്ക് നല്ല ഞോളപ്പില്ലേ, അത് പോകാൻ പാകത്തിന്, അതിൻ്റെ വഴുവഴുപ്പ് പോകാൻ പാകത്തിന് അത് വറുത്തെടുക്കണം. അതുകൊണ്ടാണ് അത് ഏറ്റവും ആദ്യം എണ്ണയ്ക്കകത്തേക്ക് ഇട്ടത്. വെണ്ടയ്ക്കയുടെ പൊട്ടലൊക്കെ നിന്ന് ഒന്ന്
വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ആദ്യം സവോള ഇടാം. ഒരു സവോള, ഇനി ഒരൽപ്പം ഉപ്പ് ചേർക്കാം. സവോളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക, ഒരു പയർ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ഇനി അത് തക്കാളിക്ക. ഇതൊരു സെക്കൻഡ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ആവി കയറി വേവട്ടെ. ഞാൻ ഈ സമയത്തിന് അല്പം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടാവും. ഒരു ടേബിൾ സ്പൂൺ തേങ്ങ അത്രയും കാണുള്ളൂ. വെന്തിരിപ്പിക്കുന്ന ഗ്രീൻ പീസ്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, കുറച്ചല്ലേ ഉള്ളൂ. അത്രയും തന്നെ ഗരം മസാല. ഈസ്റ്ററിന് ഉണ്ടാക്കിയ ഗരം മസാല തീർന്നു. നമുക്ക് അടുത്ത ഗരം മസാല ഉണ്ടാക്കാൻ സമയം. ഇനി നമുക്ക് ബാക്കി എല്ലാം അങ്ങ് ചേർത്ത് കൂട്ടാം. ഓരോന്നോരോന്നായി. ബാക്കി കറിവേപ്പില. നമ്മുടെ പൊടികൾ മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ. പൊടികൾ മൂത്തു ആ എണ്ണയ്ക്കകത്ത് കിടന്ന്. ഞാൻ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർക്കുന്നില്ല. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്തു. ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ട് ഇന്ന് രാവിലെ വേവിച്ച് വെച്ച് എടുത്തതാണ്. തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാവട്ടെ. എന്നിട്ട് നമുക്ക് ഈ മേമ്പൊടികൾ തേങ്ങാപ്പാലും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വാങ്ങാം. പച്ചക്കറികൾ വെന്തോ എന്നൊന്ന് നോക്കാം നമുക്ക്. ഇതേ പച്ചക്കറികൾ തന്നെ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ചേർക്കാം, കാരറ്റ് ചേർക്കാം, ബീൻസ് ചേർക്കാം. പിന്നെ ഏത്തക്ക തൊലി കളഞ്ഞിട്ട് അത് ചേർക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ നമ്മുടെ കൂടെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ കോവയ്ക്കയും വെണ്ടയ്ക്കയും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നേ ഉള്ളൂ, ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടി. കോവയ്ക്ക വെന്തിട്ടുണ്ട്. ഇച്ചിരി മൂത്ത് പോയ കോവയ്ക്ക ആയതുകൊണ്ട് ഇത് അലിയാണ്. പിഞ്ച് കോവയ്ക്കയാണ് ടേസ്റ്റ്. നമുക്കപ്പം തേങ്ങാപ്പാൽ അല്ല തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്താലും മതി. പുട്ടിനാകുമ്പോൾ ഒത്തിരി ചാറ് വേണ്ടല്ലോ, അതുകൊണ്ടാണ് അരപ്പായിട്ടങ്ങ് ചേർത്തേക്കുന്നത്. നമുക്കിനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഒരല്പം കൂടിപ്പോയി. നമുക്ക് ഈ പാത്രം ഒന്ന് വടിച്ചെടുക്കാൻ മാത്രം വെള്ളം ചേർക്കാൻ മതി. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. ഇനി നമുക്കൊരു കൂട്ടം കൂടി ചേർക്കാനുള്ളൂ. എന്താ നമ്മുടെ കുരുമുളക്. ഒരു മേമ്പൊടിക്ക് ഏറ്റവും അവസാനം കുരുമുളക്. ഇനി ഗരം മസാല വേണമെങ്കിലും ഇവിടെ പൊടിയും അല്പം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ നമ്മുടെ ചാറിന് അത്യാവശ്യം മസാലയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഗരം മസാല അവസാനം കുറവാണെങ്കിൽ, ആദ്യം ചേർത്തത് കുറവാണ് ടേസ്റ്റ് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് തീ ഓഫാക്കാം. ഗ്രീൻ പീസ്
കറിയും പുട്ടും കഴിക്കാം. ഈ പുട്ടിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.